ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മാങ്ങ കൊണ്ടുള്ള ഒരു അടിപൊളി ഐറ്റത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇങ്ങനൊരു മാങ്ങ അച്ചാർ അധികം ആരും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ 2 മൂവാണ്ടൻ മാങ്ങ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പറിച്ചു കൊണ്ടുവന്നു കേട്ടോ. മാങ്ങയൊക്കെ ചുനച്ച് തുടങ്ങി. അപ്പോൾ ഒരെണ്ണം നന്നായിട്ട് ചനച്ചതും പിന്നെ ഒരെണ്ണം പച്ച മാങ്ങയാണ്. അത് രണ്ടും ഇത്രയും വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. തൊലി കളയണമെന്നില്ല കേട്ടോ, കാരണം നമ്മുടെ വീട്ടിൽ തന്നെ പറിച്ചെടുത്ത മാങ്ങയാണല്ലോ. അപ്പോൾ ആ മാങ്ങ ഇതുപോലെ ഇത്രയും വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂണ് എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ എണ്ണ ചൂടാവുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരല്പം ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ കുറച്ച് മതി, പിന്നെ നമ്മൾ ഉലുവപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരിത്തിരി വേപ്പില ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണ മാങ്ങാ കഷ്ണങ്ങൾ ഇതിലിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ മാങ്ങ ഉടയാതെ കിട്ടണമെങ്കിൽ കുറച്ച് വേവ് കുറച്ചെടുത്താൽ മതി. എനിക്ക് ഇത്തിരി ഉടഞ്ഞ് ഇരിക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി വേവിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ എണ്ണയിൽ നന്നായിട്ട് ഈ മാങ്ങ കഷ്ണങ്ങളൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട, ഇതൊന്ന് മൂടി വെച്ച് വേവിക്കണം. മാങ്ങ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ നമ്മൾ മാങ്ങയെല്ലാം എണ്ണയിൽ ഇളക്കി ചേർത്തിട്ടുണ്ട്. ഇനി ഈ അച്ചാറിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മാങ്ങയുടെ കുറേ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. മാങ്ങ നമുക്ക് പല രീതിയിൽ സൂക്ഷിച്ച് വെക്കാവുന്ന കുറേ റെസിപ്പികൾ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചാനലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോന്നായിട്ട് കാണാം. അപ്പോൾ മാങ്ങയെല്ലാം ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ച് ഒന്ന് ആവി കയറുമ്പോൾ വെന്ത് കിട്ടും. അപ്പോൾ മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു 1.5 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ ഈ കൂട്ടത്തിൽ എരിവുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഉലുവ പൊടിച്ചത് ഒരു 1/4 ടീസ്പൂണ് ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനിയാണ് ഇതിലേക്ക് പ്രധാനമായിട്ടുള്ള ഐറ്റം ചേർക്കേണ്ടത്. ഞാൻ ഒരു പിടി എള്ള് ചതച്ചെടുത്തിട്ടുണ്ട്. ഇടികല്ലിലിട്ട് ചതച്ചെടുത്താൽ മതി. ആ എള്ള് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക, കറുത്ത എള്ള്. അപ്പോൾ ഈ കറുത്ത എള്ള് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയാണ്. ഇതുപോലെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇനി ഞാൻ ഒരു അച്ച് ശർക്കര ഉരുക്കിയതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പൊക്കെ ഈ സമയത്ത് നോക്കാം കേട്ടോ. എന്നിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ ചേർത്ത ഉപ്പ് പാകമാണ്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. അപ്പോൾ നമ്മുടെ മാങ്ങ റെസിപ്പിയുടെ പരിപാടി ഏകദേശം കഴിഞ്ഞു. ഇനി ഒരു ഐറ്റം കൂടി ചേർക്കാനുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു നുള്ള് കായംപൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഒരു 2-3 ദിവസമൊക്കെ പുറത്ത് വെച്ചാൽ കേടുകൂടാതിരുന്നോളും. പിന്നെ കുറേ ഉണ്ടാക്കി വെക്കുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് കുറേശ്ശെ നമുക്കെടുത്ത് ഉപയോഗിക്കാം. ഇപ്പോൾ പുറത്ത് ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കോ അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകുന്നവർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. അപ്പോൾ കണ്ടോ, നമ്മുടെ കിടിലൻ എള്ള് മാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. വേറെ പല രീതിയിൽ നമ്മൾ അച്ചാറുകളും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയും കൂടി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെ ഒരു നുള്ള് മാങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് നല്ല തൃപ്തിയോടെ ഉണ്ണാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്